السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ദീർഘായുസ്സോടുകൂടിയുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ അടുത്ത വീഡിയോയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് നമ്മൾ ഇവിടെ പരാമർശിച്ചു. അതിൻ്റെ ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഔറത്തുകളെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളുടെ ഔറത്തുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാങ്ക് വിളിക്കേണ്ടതുണ്ട്. ആദ്യമായി ബാങ്കും ഇഖാമത്തും നിർവഹിച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. സ്ത്രീകളാണെങ്കിൽ ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമസ്കരിക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. അതുപോലെ സ്ത്രീകളുടെ നിസ്കാരത്തിന് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ഇപ്പോൾ ബാങ്ക് എല്ലാവർക്കും അറിയാം, പള്ളികളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മളെ മദ്രസ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ബാങ്ക്. ഇതിൽ ഒരു മാറ്റം സുബഹിക്ക് വരും. എവിടെ വരിക? ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ്. അവിടെ ഒരു മാറ്റം വരും. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അവിടെ ഒരു വാക്ക് കൂടിപ്പോകും. ഹയ്യ അലൽ ഫലാഹ് കഴിഞ്ഞാൽ പറയേണ്ട വാക്കാണ് സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം. മനസ്സിലായില്ലേ? ഇനി ബാങ്ക് ഒരാളിങ്ങനെ കൊടുക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ അവർക്ക് ഒരു പതിവുണ്ട്. എന്താ പറയല്? ഒരു ജവാബ് പറയല്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ. അങ്ങനെ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലീൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ.
അത് കഴിഞ്ഞ് സുബഹിയിലെ ബാങ്കിലെ അസ്സലാത്തു ഖൈറും മിനന്നൗം സ്വദഖത വബറക സ്വദഖത വബറക എന്ന് ജവാബ് കൊടുക്കും. ഇതാണ് ബാങ്ക്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ഇത്ര കാര്യങ്ങളാണ് ബാങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. ബാങ്ക് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. ബാങ്കും ഇഖാമത്തും അതുപോലെ തന്നെ. എന്താണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബാങ്കിൽ 4 പറഞ്ഞു, ഇവിടെ 2 പറയുള്ളൂ. ഇഖാമത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാത്ത് ഖദ് ഖാമത്തിസ് സ്വലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഇഖാമത്ത്. അപ്പോൾ ബാങ്കും ഇഖാമത്തുകളും കഴിഞ്ഞതിന് ശേഷം ഈ 2 വിളികൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദുആ ഉണ്ട്. ബാങ്കും ഇഖാമത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അതിനൊക്കെ ഒരു ദുആ നമ്മൾ ചെയ്യാറുണ്ട്. അതെന്താണ്? അതുകൂടി ഒന്ന് പഠിച്ചാൽ മതി. അത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ഇൻഷാ അല്ലാഹ്. എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തഅമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനൽ വസീല വൽ ഫളീല വദ്ദറജത്തർ റഫീഅ വബഅത്ഹു മഖാമം മഹ്മൂദൻ അല്ലദീ വഅദ്ത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തഅമ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദിനൽ വസീലത വൽ ഫളീലത വദ്ദറജത്തർ റഫീഅ വബ്അത്ഹു മഖാമം മഹ്മൂദൻ അല്ലദീ വഅദ്ത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ബാങ്കും ഇഖാമത്തുകൾക്കു ശേഷം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടുന്ന പറഞ്ഞു. അത് ഹദീസുകളിലൊക്കെ വന്നതാണ്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ആയത്തുൽ കുർസി ഓതണം, പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അവർക്കെന്തുണ്ട്? ആ നിസ്കാരത്തിൻ്റെയും അടുത്ത നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള ദോഷങ്ങൾ രേഖപ്പെടുത്തുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ദോഷങ്ങളൊന്നും എന്തില്ല? രേഖപ്പെടുത്തൂല. എന്ത് ദോഷം ചെയ്യാലും അത് രേഖപ്പെടുത്തി വെക്കൂല, തെളിവുണ്ടാവൂല. അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ അല്ലേ, അതൊരു സംഭാഷണമാണ്. നിസ്കാരമല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നത് സംഭാഷണം. അപ്പം എന്ത് ചെയ്യണം? ഇത് ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബാങ്കിലും ഇഖാമത്തിനും അതുപോലെ അതിൻ്റെ പ്രാർത്ഥന. ഇനി നിസ്കാരത്തിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ ഉളൂ കഴിഞ്ഞു, ബാങ്കും കൊടുത്തു, ഇഖാമത്തും കൊടുത്തു. ഇനി നിസ്കാരത്തിലേക്ക് ഖിബലയിലേക്ക് മുന്നിട്ട് കൊണ്ട് നിൽക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിയ്യത്താണ്. നമ്മൾ നിയ്യത്ത് ചെയ്യണം. എങ്ങനെയാണ്? നമ്മൾ ളുഹർ നിസ്കരിക്കുകയാ. ആ ളുഹറിൻ്റെ നിയ്യത്ത് എങ്ങനെയാ പറയേണ്ടതെന്ന് മനസ്സിലായോ? ഉസല്ലി ഫർദൽ ളുഹ്രി 4 റകഅത്തിൻ മുതവജ്ജിഅൻ ലിൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ളുഹർ എന്ന ഫർദ് നിസ്കാരം 4 റകഅത്ത് അല്ലാഹു തആലക്ക് വേണ്ടി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് കരുതണം. നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിലായിരിക്കണം നിയ്യത്ത് വെക്കേണ്ടത്. ഉറക്കനെ പറയണ്ട, ഉച്ചത്തിൽ പറയണ്ട, അടുത്തുള്ള ആളുകൾ കേൾക്കണ്ട.
നമ്മളെ ശരീരം കേൾക്കത്തക്ക വിധത്തിൽ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടതാണ്. ളുഹർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് ഖിബലക്ക് മുന്നോട്ട് അദാഹായി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അല്ലാഹുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് എന്ന ചിന്തയിൽ ഭക്തിയോടെ നിസ്കരിക്കുക. അല്ലാഹുമായുള്ള സംഭാഷണം, അല്ലാഹുമായുള്ള അഭിമുഖത്തിലാണ്. ആ ഒരു ബേജാറ് നമുക്ക് വേണം. ആരാണ് നമ്മുടെ മുമ്പിലുള്ളത്? അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മളുടെ രാജാവായ നമ്മളുടെ ഖാലിക്കായ സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ മുമ്പിലാണ്. അവിടുന്ന് ആ ബോധം നമുക്കുണ്ടാവണം. എന്നിട്ട് നമസ്കരിക്കണം. അപ്പോൾ നിസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രമേ നോക്കാവൂ. സുജൂദിൻ്റെ സ്ഥാനം എവിടെയാണ്? നമ്മൾ നെറ്റിത്തടം നിലത്ത് എവിടെയാണോ വയ്ക്കുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് മാത്രം നോക്കാവൂ. മറ്റു തിരിഞ്ഞു നോക്കരുത്. മറ്റു ഭാഗങ്ങളിലേക്കൊന്നും തിരിഞ്ഞു നോക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ അത് കഴിഞ്ഞ് അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വലത് കൈയിൻ്റെ ചൂണ്ടവിരൽ ഉയർത്തണം. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ തഹിയാത്ത് ചൊല്ലുമ്പോൾ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ വലത് കൈയിൻ്റെ ചൂണ്ടവിരൽ പൊന്തിക്കണം. ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് നമ്മൾ ദൃഢമായി പറയുകയാണ്. എന്നിട്ട് ആ ചൂണ്ടുവിരലിലേക്ക് നോക്കണം. വേറെ ഭാഗങ്ങളിലേക്കൊന്നും നോക്കരുതേ. ചൂണ്ടുവിരലിലേക്ക് നോക്കാവൂ. അപ്പോൾ നിസ്കരിക്കുന്നവൻ ഒരു മറയിലേക്ക് മുന്നിടണം. നമ്മൾ കണ്ട സ്ഥലത്ത് നിസ്കരിക്കുന്നതല്ല. നമ്മൾക്കൊരു സ്ഥലം നിശ്ചയിച്ച് അതിന് മറ വേണം. ആ മറയിലിൻ്റെ ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കാവൂ. നിസ്കരിക്കുന്നവൻ്റെയും മറയുടെയും ഇടയിൽ 3 മുഴത്തേക്കാൾ കൂടുതലാവരുത്. 3 മുഴം നീളം ഉണ്ടാകുന്ന രൂപത്തിലെ 3 മുഴം ഉണ്ടാകുന്ന രൂപത്തിലെ നമ്മൾ ഇമാമിൻ്റെ മുമ്പിലുള്ള മറ പറ്റൂ. അതിൽ കൂടുവാൻ പാടില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിസ്കാരം നമ്മൾ നെയ്യത്ത് വെച്ച് അല്ലേ, നെയ്യത്ത് വെച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. നെയ്യത്ത് ബാക്കി പറഞ്ഞൊക്കെ അത്തയ്യാത്ത് നിസ്കാരം കഴിയാൻ നേരത്താണ്. അപ്പം നെയ്യത്താണ് നമുക്ക് പ്രധാനം. ഇവിടെ സല്ലി ഫർദൽ ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിൻ ഇലൽ ഖിബ്ലത്തി അദാലില്ലാഹി തആല എന്ന് നെയ്യത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? 2 കൈകൾ ചുമലുകൾക്ക് നേരെ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി കൈ നെഞ്ചിൻ്റെയും പുക്കളിൻ്റെയും ഇടയിൽ വെക്കണം. വലത് കൈയിൻ്റെ വിരലുകൾ കൊണ്ട് ഇടത് കൈയിൻ്റെ മണിബന്ധത്താൽ പിടിക്കണം. മനസ്സിലായോ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, എല്ലാവിധ സന്തോഷങ്ങളും നൽകട്ടെ, എല്ലാവിധ ഖൈറാത്തുകളും സകനാത്തുകളും റബ്ബ് തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്,
ഞങ്ങൾ ഇതാ ഈ മജ്ലിസ് തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. ഞങ്ങളെ മജ്ലിസിൽ ഇൽമിൻ്റെ മജ്ലിസാണ്. അത് കേൾക്കുന്ന ധാരാളം മുഅ്മിനൂകളും മുഅ്മിനാത്തുകളുണ്ടല്ലോ അല്ലാ. അവർക്കൊക്കെ നീ ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറുകളും തുറന്നു കൊടുക്കണേ അല്ലാ. എല്ലാവിധ നന്മയുടെ വാതിലുകളും തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികളെ, ബന്ധുമിത്രാദികളെ, ഞാൻ അറിയുന്നവർ അറിയാത്തവർ, ഞാനുമായി ബന്ധമുള്ളവർ ബന്ധപ്പെടാത്തവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, വെള്ളം തന്നവർ, ഞങ്ങളുമായി സൗഹൃദം പങ്കിടുന്നവർ, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ, അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ പല ഉസ്താദുമാരുണ്ട് അല്ലാഹുവേ. രോഗമുള്ളവർ, പല ജാതി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ക്യാൻസറുള്ളവർ, അതുപോലെ നെഞ്ചുവേദന, ശ്വാസം മുട്ട്, കാലുവേദന, തലവേദന, അതുപോലെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. ആജിലായ താമായ ശിഫ നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم.